നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറെ നാളായി BJP പണിപ്പെടുന്ന അധികാരം പിടിച്ചെടുക്കാൻ ഏത് രീതിയിലുള്ള വളഞ്ഞ വഴിയും നോക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ജാർഖണ്ഡാണ്. വളരെയധികം സംവരണ മണ്ഡലങ്ങളുള്ള, സംവരണ സീറ്റുകൾ കുത്തനെയുള്ള ഒരു സംസ്ഥാനം. അവിടെ 81 അസംബ്ലി സീറ്റുകളിൽ 56 സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയെടുത്തുകൊണ്ട് കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നീ സഖ്യമാണ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറനാണ് അധികാരമേറ്റത്. ഹേമന്തിനെ നമുക്കറിയാം, BJP പലതവണ കുരുക്കിയിട്ടുണ്ട്, തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ വീണ്ടും പൂർവാധികം ശക്തിയോടെയാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ വീണ്ടും BJP ഹേമന്തിനെ വലയിൽ കുരുക്കാനുള്ള ശ്രമമാണ്. അതായത് നമുക്കറിയാം, ഇത്തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡിൽ സീറ്റുകൾ ഒഴിവ് വന്നപ്പോൾ നടത്തിയതിൽ ഒരു സീറ്റ് JMM ജയിച്ചെങ്കിലും മറ്റൊരു സീറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കുമായിരുന്ന MLA-മാരുടെ പിന്തുണ കിട്ടേണ്ടിയിരുന്ന സാഹചര്യത്തിൽ അവിടെ അപ്രതീക്ഷിതമായി BJP സ്ഥാനാർത്ഥി, BJPയുടെ പിന്തുണയുള്ള ഒരു ഗുജറാത്തുകാരൻ വിജയിച്ച് കയറുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. ഇവിടെ നിന്നാണ് കൃത്യമായും ഈ സർക്കാർ ഇനി അധിക നാൾ കാണില്ല എന്ന് BJP നേതൃത്വവും അമിത്ഷായും ഉറക്കെ വിളിച്ച് പറയുന്നത്. ജാർഖണ്ഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഇങ്ങനെയൊന്നും ഹേമന്ത് സോറൻ കോൺഗ്രസ് സഖ്യത്തെ, അതായത് ഹേമന്ത് സോറനും കോൺഗ്രസും തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കാൻ പറ്റില്ല എന്ന് BJP നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ ഹേമന്ത് സോറനെ ജയിലിലാക്കിയാൽ പിന്നെ JMM-ൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? JMM-ൽ ഒരുപക്ഷെ പിളർപ്പുണ്ടായേക്കാം. കാരണം കൽപ്പന സോറൻ എന്ന ഹേമന്തിൻ്റെ ഭാര്യയെ അത്ര രീതിയിലൊന്നും JMM-ൽ ഉള്ളിൽ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല, അംഗീകരിക്കണമെന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹേമന്തിനെ എല്ലാ രീതിയിലും അൺകണ്ടീഷണലായി സപ്പോർട്ട് ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJP നേതൃത്വത്തിന് ബീഹാർ കയ്യിൽ കിട്ടി. ചരിത്രത്തിലാദ്യമായി ബീഹാറിൽ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടായി. വർഷങ്ങളായി BJP JDU-നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം പലരായി നേടിയെടുത്തിട്ടുണ്ട്. സുശീൽ കുമാർ മോദി അടക്കമുള്ളവർ അവിടെ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. എന്നാൽ ബീഹാറിൽ നിന്നും അവിടുന്ന് ബൈഫോർക്കേറ്റ് ചെയ്ത ഒരു സംസ്ഥാനമായി മാറിയ പ്രദേശമാണ് ജാർഖണ്ഡ്. അവിടെ BJP മുൻകാലങ്ങളിൽ, ബീഹാറിന് എത്രയോ കാലം മുമ്പ് അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അർജുൻ മുണ്ടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, രഘുവർ ദാസ് അവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി ദുർഗമായി, JMM-ൻ്റെ ഒരു ശക്തി ദുർഗമായി ഒക്കെ ജാർഖണ്ഡ് എന്ന ആദിവാസി പ്രാതിനിധ്യമുള്ള സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നത് BJPക്ക് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ചെറിയ വോട്ടിനെങ്കിലും കൂടുതൽ സംസ്ഥാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ള BJPയുടെ പ്രയാണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സംസ്ഥാനം, അത് എങ്ങനെയും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. നമുക്കറിയാം, പണച്ചാക്കുകൾ MLA-മാരായിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവർക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന എന്തിനേയും അവർ ജനാധിപത്യ ധ്വംസനം നടത്തി അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ജാർഖണ്ഡിൽ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഹേമന്ത് സോറനെ വീണ്ടും തിഹാറിലേക്ക് അയക്കാനുള്ള പ്ലാനുകൾ, അന്തർനാടകം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ED റെയ്ഡുമായി ബന്ധപ്പെട്ട ചില നോട്ടീസുകൾ അയക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്.